സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ലക്ഷ്മിയമ്മ ക്ഷേത്രത്തിൽ വന്ന് മനോരി പ്രാർത്ഥിച്ച് സേതുവിന് വേണ്ടിയിട്ട് വഴിപാടുകളൊക്കെ നടത്തുന്നുണ്ട്. അതിനുശേഷം തിരുമേനി പ്രസാദവുമായിട്ട് വന്നു. പിന്നീട് ചോദിച്ചു, സേതുമാധവൻ ഉത്രാടമല്ലേ? അതെ. ആ, അപ്പോഴേക്കും ലക്ഷ്മിയമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. വല്ലാത്തൊരു മനോവേദന മനസ്സിനെ അലട്ടുന്നുണ്ടല്ലേ? മകനെ കുറിച്ച് ഓർത്തായിരിക്കും. അത് കേട്ടപ്പം ലക്ഷ്മി പറഞ്ഞു, അതെ തിരുമേനി, എന്റെ മകനെ കുറിച്ച് ഓർത്തിട്ടാ വിഷമം. എനിക്ക് അവനെ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇപ്പോഴെനിക്കൊരു ആപത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ കൂടെയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഞാൻ അവൻ്റെ കാല് വീണു മാപ്പ് പറയേണ്ടതാണ്. അങ്ങനെയുള്ള തെറ്റുകളൊക്കെ ഞാൻ അവനോട് ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്നെ കൈവിടാതെ അവൻ എന്നെ കൂട്ടിപ്പിടിച്ച് ഇപ്പം എന്നെ ജീവിതത്തിലേക്ക് വീണ്ടും കരകയറ്റിയിരിക്കുക. എനിക്ക് അതൊക്കെ ഓർക്കുമ്പോൾ സങ്കടം സഹിക്കാൻ പറ്റില്ല. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അത് കേട്ടപ്പോൾ തിരുമേനി പറഞ്ഞു, മകൻ മരിച്ചു പോയിട്ടൊന്നും ഇല്ലല്ലോ, ജീവനോടെ തന്നെയില്ലേ? ഉണ്ട്. എങ്കിൽ പിന്നെ ഇവിടെ ഇങ്ങനെ കരയേണ്ട കാര്യമില്ല. മകൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിലാണ് ആ ഭഗവാന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ കരയേണ്ടുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യണ്ടേ? ഈ കണ്ണീര് മകന്റെ മുന്നിൽ പോയി ഒഴുക്കണം. കാരണം മകന് നിങ്ങളുടെ മകനാണല്ലോ, അല്ലെങ്കിൽ ചെറുതാണല്ലോ എന്നൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ വിഷമങ്ങളും വേദനകളും എല്ലാം നിങ്ങൾ അവന്റെ മുന്നിലാണ് കരഞ്ഞു തീർക്കേണ്ടത്. അല്ലാതെ ഇവിടെ വന്ന് ഭഗവാന്റെ മുന്നിൽ കരഞ്ഞു തീർക്കേണ്ട കാര്യമില്ല. അങ്ങനെയൊക്കെ തിരുമേനി ചില ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ലക്ഷ്മിക്ക് എന്തോ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം തോന്നി. കാരണം താൻ സേതുവിനോടാണ് പോയി മാപ്പ് പറയേണ്ടത്. സേതുവിനോടാണ് താൻ തെറ്റ് ചെയ്തിരിക്കുന്നത്, ക്ഷമ ചോദിക്കണം എന്നൊരു ചിന്തയൊക്കെ ലക്ഷ്മിയമ്മയുടെ മനസ്സിലുണ്ടായി. അതേസമയം പൊന്നുമടത്തില് പ്രതാപൻ ഋതുവിനോട് സേതുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വരുവാണ്. ദേ ഒരു കാര്യം ഞാൻ പറയാം, എത്രയും പെട്ടെന്ന് സേതുവിനെ ആ ലക്ഷ്മിയമ്മയുടെ അടുത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഋതു പറഞ്ഞു, എന്റെ പ്രതാപനങ്ങളെ, അല്ലെങ്കിൽ തന്നെ ജിത്ത് കാണാൻ എനിക്ക് 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. എന്റെ കാര്യങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യുന്ന ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാ ഇനിയിപ്പം ഞാൻ ബാക്കി കാര്യങ്ങളും എന്റെ തലയിലേക്ക് എടുത്തു വെക്കണ്ടേ, അതിന്റെ ആവശ്യം എനിക്കില്ലാന്ന് പറഞ്ഞു. ആ സമയത്ത് ഇന്ദ്രനും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു. അപ്പോഴേക്കും പ്രതാപം പറഞ്ഞു, അതെ മോളെ, നിനക്കറിയാലോ ഋതു എത്രമാത്രം വിഷമിക്കുന്നുണ്ട് ഇപ്പൊ സേതുന്ന്. കാരണം അയാളുണ്ടല്ലോ വേണു, അയാൾ മഹാമോശമാണ്. അയാൾ എന്ത് ചെയ്യാൻ മടിക്കില്ല. ഇപ്പൊ തന്നെ സേതുവിനെ പറ്റിയ ആപത്ത് കണ്ടോ? ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ സേതുവിന്റെ ജീവന് തന്നെ ആപത്താണ്. അവര് കാരണം, ആ സ്ത്രീ കാരണം. ആ സ്ത്രീയോടൊപ്പം ജീവിച്ചിട്ടുണ്ടെങ്കിൽ സേതുവിന് പിന്നെ ജീവിതം ഉണ്ടാകത്തില്ല. സേതുവിന്റെ ജീവിതം പാതി വഴി വെച്ച് നശിച്ചു പോകത്തുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ വിളിച്ചിട്ട് നിന്റെ സേതുവിനോട് ഇങ്ങോട്ടേക്ക് വരാൻ പറ. ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു, അല്ല അതിന് ഞാനിതിന് അങ്ങളെ അങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കുക. അല്ലാതെ പിന്നെ വേറൊരു നിവൃത്തിയില്ല അവനെ രക്ഷിക്കാനായിട്ട്. ഇത് കേട്ടോണ്ട് വന്ന അച്ചു പറഞ്ഞു, അല്ല പ്രതാപനങ്ങളുടെ ദിവസക്കൂലിയാണോ അതോ മാസ ശമ്പളമാണോ എന്ന് ചോദിച്ചു. എന്തിന്? അല്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഈ ഇന്ദ്രനോടൊപ്പം ചേർന്ന് ഈ കുടുംബത്തെ നശിപ്പിക്കാനായിട്ടെ. അച്ചു നീ എന്തൊക്കെയാ പറയണേ? കൂടുതലൊന്നും പറയണ്ട. സേതുവേട്ടനെ അവിടെ നല്ല സുഖം തന്നെയാ. ലക്ഷ്മിയമ്മ പൊന്നു പോലെയാ നോക്കുന്നേ. അത് കേട്ടപ്പം പ്രതാപൻ പറഞ്ഞു, അയ്യോ മോളെ, അതൊക്കെ നിന്റെ തോന്നല. ഒരു തോന്നലും അല്ല. സേതുവേണ്ട ഇപ്പൊ 2 അമ്മമാരുണ്ട്. ഒന്നല്ല, ഒന്ന് ലക്ഷ്മിയമ്മ, ഒന്ന് പൂർണ്ണാമ്മ. ഈ സമയത്ത് ഋതു പറഞ്ഞു, അത് അച്ചു പറഞ്ഞ് 100% ശരിയായിട്ടുള്ള കാര്യമാണ്. അവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഇന്നലെ തലകെടുത്താൻ പോന്നേ. ഇന്ദ്രൻ പറഞ്ഞു, എന്നാലും എനിക്കതും കൂടെ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ഈ പറയുന്ന ലക്ഷ്മിയമ്മ ഇത്രയും കാലം വരാതിരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതിന്റെ പിന്നിൽ എന്തേലും ഒരു ഉദ്ദേശം കാണുമായിരിക്കും. പോരാത്തന് ആ വേണുവാണെങ്കിൽ കട്ടക്കലിപ്പോട് കൂടിയിട്ടല്ലേ നടക്കണേ. അത് കേട്ടപ്പോ അച്ചു പറഞ്ഞു, ആ കാര്യം ഒന്നും ഓർത്തിട്ട് ഇന്ദ്രൻ വിഷമിക്കണ്ട. 2 അമ്മമാരുടെയും കാര്യം അവൻ നോക്കിക്കോളും. സേതുവേട്ടൻ നോക്കിക്കോളും. സേതുവേട്ടന് 2 അമ്മമാരെ കിട്ടിയതിന്റെ കുശുമ്പ അല്ലേ? അല്ല, ഇന്ദ്രനൊരു അമ്മയുണ്ടല്ലോ, എന്നിട്ട് എന്താ അവിടെ പോയി നിൽക്കാത്തെ? അമ്മയ്ക്ക് പോലും ഇന്ദ്രനെ വേണ്ട. അങ്ങനെയൊക്കെ പറഞ്ഞ അച്ചു ശരിക്കും ഇന്ദ്രനെ കളയാക്കി. പിന്നീട് ഋതുവിനോട് പറഞ്ഞു, നീ വാ ഋതു, നീ ഇവരുടെ ഇതൊന്നും കേട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. വെറുതെ എന്തിനാ ഉള്ള മനസമാധാനം കളയുന്ന? അതും പറഞ്ഞ് ഋതുവിന്റെ കൈ പിടിച്ചോണ്ടും കൂടി പോയി. ആ സമയത്ത് ഇന്ദ്രന് കട്ട കലിപ്പായി. ഇന്ദ്രൻ പറഞ്ഞു, ഇതെങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പ്രതാപൻ ചോദിച്ചു, എന്ത് ചെയ്യാനാ? കൊല്ലണം. കൊല്ലാനോ? പ്രതാപൻ ഞെട്ടി. ആരെ? 2 അമ്മമാരുണ്ടല്ലോ, അതിലേതേലും ഒരെണ്ണത്തിനെ തട്ടണം. തൽക്കാലത്തേക്ക് ആ ലക്ഷ്മിനെ അങ്ങ് തട്ട, എന്നിട്ട് ആ കുറ്റ സേതുവിന്റെ തലയിലേക്ക് കെട്ടിവെക്ക. എങ്ങനെയുണ്ട്? എടാ പ്രതാപ, നീ അല്ല, എടാ ഇന്ദ്രൻ, നീ എന്തൊക്കെയാ പറയണേ? ഞാനൊരു കാര്യം തീരുമാനിച്ച വെറും വാക്ക് പറയില്ലെന്ന് അറിയാലോ. ഈ ഇന്ദ്രനെ ശരിക്കും പ്രതാപ നിനക്ക് അറിയാലോ എന്ന് പറയണം. പ്രതാപൻ ആകെപ്പാടെ പേടിച്ചു പറിച്ചുപോയി. ദൈവമേ, ഇവന്റെ കൂടെ കൂടിയിട്ട് തന്റെ ജീവിതം കൂടെ നശിക്കാൻ പോകണോ? ഇവൻ എന്തിനും ചെയ്യാൻ മടിക്കാത്തവനെന്നുള്ള കാര്യം പ്രതാപന് നന്നായിട്ട് അറിയായിരുന്നു. പിന്നീട് കുറെ സമയം കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയമ്മ പൊന്നുമടത്തിലേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഫ്രണ്ട് കഥ അടച്ചിട്ടിരിക്കുന്നു. കോളിംഗ് അടിച്ചിട്ട് ആരും കഥ തുറക്കുന്നില്ല. ഇതെവിടെ പോയി? പറയാതെ പോയോ? പിന്നീട് ഇപ്പുറത്തേക്ക് മാറിയിട്ട് അതേ സേതു പല്ലവി എന്നൊക്കെ വിളിച്ചിട്ട് ഇങ്ങോട്ട് മാറുവാണ്. ആ സമയത്ത് കഥവ് തുറന്നു. അകത്തുനിന്ന് പല്ലവി വന്ന് കഥവ് തുറക്കുവാണ്. പക്ഷെ അത് ലക്ഷ്മിയമ്മ കണ്ടില്ല. വീണ്ടും ലക്ഷ്മിയമ്മ കോളിംഗ് അടിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കഥവ് തുറന്നു കൊടുക്കുന്നു. ഇതാരാ ഇപ്പൊ കഥവ് തുറന്നിട്ടിട്ട് പോയത്? ലക്ഷ്മിയമ്മയ്ക്ക് ആ ടെൻഷനായി. ലക്ഷ്മിയമ്മ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോ മൊത്തം ബലൂണൊക്കെ കൊണ്ട് അലങ്കരിച്ചു വെച്ചിരിക്കുന്നു. അന്തം വിട്ട് നിൽക്കുന്ന സമയത്ത് പുറകിൽ നിന്ന് വന്ന് പാട്ടി പോപ്പ് ഒട്ടിക്കുവാണ്
പല്ലവി. ഒരു നിമിഷം ലക്ഷ്മിയമ്മ ഞെട്ടിപ്പോയി. പേടിപ്പിച്ച് കളഞ്ഞല്ലോ മോളെന്ന് പറയണ. ഇത് കേട്ടപ്പം പല്ലവി പറഞ്ഞു, അതെ ഇത് ഐറ്റം നമ്പർ 1 ഇനിയും ഉണ്ടെന്ന് പറയണ. അപ്പോഴേക്ക് സേതു കേക്കുമായിട്ട് വന്നു. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ലക്ഷ്മിയമ്മയുടെ മനസ്സിലേക്ക് പല ചിന്തകളും വരുവാണ്. അതിനുശേഷം 3ാമത്തെ സർപ്രൈസ് കൊടുക്കണം. അത് വേറെ ആരും ആയിരുന്നില്ല, മയൂരിയായിരുന്നു. മയൂരിയോട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മിയമ്മ പറഞ്ഞു, ഓഹോ നിങ്ങളെല്ലാരും കൂടെ പ്ലാൻ ചെയ്തിട്ടായിരുന്നല്ലേ? അപ്പോഴേക്കും മയൂരി പറഞ്ഞു, ഇതെല്ലാം പല്ലവി ചേച്ചിയുടെ പ്ലാനിങ് ആയിരുന്നു പറയണ. എല്ലാരും കൂടെ കൂടി ചേർന്ന് നടത്തിയതാ. ആ സമയം സേതു പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം ചെയ്യാം, ഇനി നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് എന്ന് കേക്ക് കട്ട് ചെയ്യാന്ന് പറഞ്ഞു. മയൂരി പറഞ്ഞു, 1 മിനിറ്റ്, എന്താ അതൊക്കെയുണ്ട്. അപ്പോഴേക്കും മയൂരിയോട് ലക്ഷ്മിയമ്മ വെച്ചു, അല്ല മോളെ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് വേണുമായിട്ട് സംഭവിച്ചോ? പപ്പയുടെ അനുമതിയും ചോദിച്ചില്ല. പിന്നെ എന്തോ അപ്പച്ചിക്ക് ഇപ്പം നല്ല മനമാറ്റമുണ്ട്, അപ്പച്ചി എന്നോട് പോയിക്കോളാൻ പറഞ്ഞു പറയണ. അതും പറഞ്ഞിട്ട് മയൂരി ഇപ്പൊ വരാമെന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയി. ലക്ഷ്മിയമ്മ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. പിന്നീട് മയൂരി നേരെ പോയിട്ട് ശൈലജനെ ഫോൺ ചെയ്യണം. അപ്പോഴും ശൈലജ ചോദിച്ചു, ഇത് എവിടെയാ കുട്ടി, എത്ര സമയമായി? പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് പോയതല്ലേ, ഇപ്പോഴെങ്ങാനും വേണുവേട്ടം വന്ന ആകെപ്പാടെ പ്രശ്നമോ, നിനക്കറിയാലോ. അതെ അപ്പച്ചി, പപ്പ വരുവാണെ വരട്ടെ, എന്ത് വെള്ളം സംഭവിക്കട്ടെ. അതെ ഇവിടെ എന്താ നടക്കണ്ടേന്ന് അറിയണ്ടേ. എന്താ കുട്ടി ഇത്? അതെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് വീഡിയോ കോളും വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. ദേ ഇവിടെ ഞങ്ങളെല്ലാവരും കൂടെ കേക്ക് മുറിക്കാൻ പോവാ, അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാൻ പോവാ, കണ്ടോളാൻ പറയണ. അങ്ങനെ ശൈലജനെ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുക്കണം. ശൈലജയ്ക്ക് ഭയങ്കര സന്തോഷമായി. പഴയ സ്വഭാവമൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു ശൈലജയുടെ. അങ്ങനെ വീഡിയോ കോൾ വിളിച്ചുകൊണ്ട് തന്നെ കേക്ക് കെട്ടിക്കുന്ന രംഗമൊക്കെ കാണുവാണ്. ആ സമയത്ത് ലക്ഷ്മിയമ്മ പറഞ്ഞു, അതെ ഇവരില്ലായിരുന്നെങ്കിൽ, സേതുവും പല്ലവി ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഒരു ജീവിതത്തിലേക്ക് തിരികെ വരില്ലായിരുന്നു. മയൂരി പറഞ്ഞൊരു കാര്യം ചെയ്യാം, രണ്ടുപേരും കൂടെ ചേർത്ത് നിർത്തി കേക്ക് കട്ട് ചെയ്തോളാൻ പറയണ. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് പരസ്പരം വായി വെച്ച് കൊടുക്കുകയാണ്. ഈ സമയത്ത് വേണു അങ്ങോട്ട് വന്നു. വേണു വന്ന ശൈലജ കണ്ടില്ല. വേണു വന്നിട്ട് ഫോണിലേക്ക് നോക്കുവാണ്. ഈ കാഴ്ചകളൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ വേണു പെട്ടെന്ന് ഫോൺ അങ്ങോട്ട് മേടിച്ചു. ശൈലജയ്ക്ക് ഒന്നും മിണ്ടാൻ പോലും പറ്റില്ല. പിന്നീട് ഒരൊറ്റ അലർച്ചയായിരുന്നു എടീന്നും വിളിച്ചോണ്ട്. ലക്ഷ്മി അമ്മ മയൂരിക്ക് കേക്ക് കൊടുത്തങ്ങനെ നിൽക്കുന്ന സമയത്തായിരുന്നു എല്ലാവരും ഫോണിൽ കൂടെ അലർച്ച കിട്ടു. ഞെട്ടിപ്പോയി. ആ സമയത്ത് ലക്ഷ്മിയമ്മ ആ കാഴ്ച കാണുന്നേ. വേണുവിന്റെ കയ്യിലാണ് ഫോണ്. ആ സമയം മയൂരിയെ വിളിച്ചിട്ട് വേണു പറഞ്ഞു, എടി നീ ഇവിടുന്ന് പോയല്ലേ, എന്റെ വാക്കിനെ ധിക്കരിച്ച് നീ ഇങ്ങോട്ട് വാടി, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, മര്യാദയ്ക്ക് ഇപ്പൊ തന്നെ അവിടുന്ന് പോന്നോണം, അല്ലെങ്കിൽ നിന്നെ ഞാൻ അങ്ങോട്ട് വന്നിട്ട് വലിച്ചിടിച്ച് കാറി കയറ്റി കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു. ആ സമയത്ത് മയൂരി പറഞ്ഞു, പപ്പ അതൊക്കെ പറയാൻ ഒന്നും കൂട്ടാക്കില്ല, ഒന്നും കേൾക്കാൻ സമ്മതിച്ചില്ല. അപ്പോഴേക്കും വേണു അങ്ങോട്ട് കോഡ് കട്ട് ചെയ്തു. പിന്നീട് ശൈലജയോട് ചോദിച്ചു, സത്യം പറയടി, നീയാണ് അവളെ പറഞ്ഞു വിട്ടെ? അത് പിന്നെ ലക്ഷ്മിയുടെ സങ്കടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സഹിച്ചില്ല. സങ്കടം? നീ ആരടി സങ്കടം മാറ്റാന് എന്ന് ചോദിച്ചോണ്ട് ശൈലജയുടെ കർണം തീർത്തൊന്ന് പൊട്ടിക്കണം. നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, മര്യാദയ്ക്കാണ് മര്യാദയ്ക്ക്, അല്ലെങ്കിൽ ഇവിടെ നീ നിന്നേക്കരുത്, പോയിക്കോണേ എങ്ങോട്ടാന്ന് വെച്ചാൽ, ഇവിടെ നിന്നെ കണ്ടുപോയേക്കല്ലെന്നും പറഞ്ഞുകൊണ്ട് വേണു ദേഷ്യപ്പെട്ടു പോയി. ശൈലജ കർണം പൊത്തി ഇങ്ങനെ വിഷം വെച്ച് അവിടെ നിൽക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ. പിന്നീട് ലക്ഷ്മിയമ്മ വിഷമിച്ചിരിക്കുമ്പോഴത്തേനും മയൂരി പറഞ്ഞു, എന്നാ ശരിയമ്മേ ഞാൻ പോട്ടെ എന്ന് പറയണ. മോളെ എല്ലാം ശരിയാകുമേ. അത് കേട്ടപ്പോൾ ലക്ഷ്മിയമ്മ പറഞ്ഞു, ഒന്നും ശരിയാകത്തില്ല, ആ കാര്യം മാത്രം മോള് പൊട്ടത്തര പറയണ, ഒന്നും ശരിയാവാൻ പോകുന്നില്ല. അത് കേട്ടപ്പം മയൂരി പറഞ്ഞു, അമ്മ എന്തിനാ വിഷമിക്കണേ, അമ്മ ധൈര്യമായിട്ടിരിക്കുക, അമ്മ സങ്കടപ്പെട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് ലക്ഷ്മിയമ്മയെ ആശ്വസിപ്പിച്ചു. മയൂരിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ലക്ഷ്മിയമ്മയ്ക്കും. ലക്ഷ്മിയമ്മ പറഞ്ഞു, ഇനിയിപ്പം മോളെ എന്ന് ചെയ്യുമ്പോൾ മോളെ കയറ്റുമോ? കയറ്റിയില്ലെങ്കിൽ എന്താ, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നൊക്കെ മയൂരി കൂളായിട്ട് പറയാണ്. ആ ലക്ഷ്മിയമ്മയെ ചേർത്ത് പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് മയൂരി ഇറങ്ങാൻ തുടങ്ങുവാണ്. ഈ സമയത്ത് മയൂരി സേതുവിനോടും പല്ലവിയോടും പറഞ്ഞു, ശരിക്കും പറഞ്ഞ് എൻ്റെ അമ്മയുടെ ഭാഗ്യ നിങ്ങളെ രണ്ടുപേരും കിട്ടിയത്, ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ അമ്മ എന്ത് ചെയ്തേനം, എനിക്ക് സങ്കടമായപ്പോനും. എനിക്കിപ്പോൾ ധൈര്യമായിട്ട് പോകാം, കാരണം നിങ്ങളുടെ കയ്യിൽ എൻ്റെ അമ്മ സുരക്ഷിതമായിരിക്കുന്ന എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞിട്ടാണ് മയൂരി അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട് നിർത്തുന്നു.